ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കാണ് നോക്കണേ. അതിന് വേണ്ടി ഞാൻ ഗോബി എടുത്തിട്ടുണ്ട്. നമുക്ക് ഗോബി 65 ചെയ്യാം, കോളിഫ്ലവർ 65. അതിന് വേണ്ടി ഗോപിയിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഗോബി ഇട്ട് കൊടുത്തു, കോളിഫ്ലവർ ഇട്ടെടുത്തു. അതിൻ്റെ കൂടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇരുന്നോട്ട്. ആ സമയം കൊണ്ട് നമുക്ക് മാവ് റെഡി ചെയ്യാം. ഇതിന് വേണ്ടി ഒരു ബാറ്റർ റെഡിയാക്കണം. അതിന് വേണ്ടി ബേസൻ പൗഡർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, അതാകുമ്പോൾ കളറും കൂടെ കിട്ടും. ബാറ്ററിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. അതുപോലെ ഗാർലിക്, വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആഡ് ചെയ്യണം. ഒരു നുള്ളു കായപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് വേണം മിക്സ് ചെയ്യാൻ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ആദ്യം തന്നെ നമ്മൾ ഈ കോളിഫ്ലവറിൽ നിന്ന് വെള്ളം ഊറ്റിയിട്ട് കോളിഫ്ലവർ ഇത് ഇടുമ്പോൾ തന്നെ പിന്നെയും കുറച്ച് വെള്ളം വരും. എന്ത് തന്നെ ആയാലും എത്ര ഊറ്റിയെടുത്താലും. ഇപ്പോൾ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. പാനിൽ എണ്ണ വെച്ച് എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോരോ ബാച്ചായിട്ട് നമുക്ക് ഇതിനെ പൊരിച്ചെടുക്കാം. ഈവനിങ് ടൈമിലൊക്കെ കഴിക്കാനും പെട്ടെന്ന് പിള്ളേർക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ അടിപൊളി റെസിപ്പിയാണ്. എണ്ണ ചൂടായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇടാൻ, ഇല്ലെങ്കിൽ ഒരുപാട് എണ്ണ അങ്ങ് കുടിക്കും കോളിഫ്ലവർ. ഓരോരോ ബാച്ചായിട്ട് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. മറിച്ചിട്ട് കൊടുക്കണം. കളർ കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, ഫുഡ് കളർ. പക്ഷെ ഞാനതൊന്നും ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ആ ഒരു കളർ തന്നെ ഇതിലുള്ളത്. അങ്ങനെ ഞാൻ എല്ലാ കോളിഫ്ലവറും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കട്ടൻ ചായയുടെ കൂടെയൊക്കെ വെച്ച് കഴിക്കാൻ അടിപൊളിയാണ് ഈവനിങ് ടൈമിൽ. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.